രൂപ പോലും വിസയ്ക്ക് ചെലവാക്കാതെ ഞങ്ങൾ എത്തിയിട്ടുള്ള ആദ്യത്തെ കൺട്രിയാണ് കേട്ടോ അൽബേനിയ. ഈ വിസ വേണ്ട, ഷെങ്കൻ വിസ വേണ്ട, US വിസ വേണ്ട, വിസ ഫീസ് പോലും ഇല്ല. അതും അടിപൊളി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്ലേസ്. ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സിന് ജസ്റ്റ് BRP കാർഡ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അധികം ചടങ്ങുകളൊന്നും ഇല്ലാതെ തന്നെ വളരെ ഈസി ആയിട്ട് എൻ്റർ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ അൽബേനിയ. ഈ പ്രാവശ്യത്തെ അൽബേനിയയുടെ ട്രിപ്പ് നമ്മൾ 4 ദിവസമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അച്ഛൻ്റെ ബർത്ത്ഡേ സർപ്രൈസ് ഗിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഗൈഡിനെ എടുത്തിരിക്കുന്നത് പ്രൈവറ്റ് ആയിട്ടാണ്. പുള്ളി കൃത്യസമയത്ത് തന്നെ എത്തി. ആദ്യത്തെ ദിവസം നമ്മൾ റിലാക്സ്ഡ് ആയിട്ടുള്ള പാക്കേജാണ് എടുത്തത്. ഫസ്റ്റ് ഓഫ് ഓൾ അച്ഛന് സർപ്രൈസ് കൊടുത്തത് കാരണം ഓഫീസിൽ നിന്ന് ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വർക്കൊക്കെ ഫിനിഷ് ചെയ്ത് ലിവിയും കൊണ്ട് സ്വിമ്മിംഗ് പൂളിലൊക്കെ ഒന്ന് കറങ്ങി ഞങ്ങൾ 4:30 to 8:30 ഉള്ള പാക്കേജാണ് എടുത്തത്. സിറ്റി വാക്കാണ് ഫസ്റ്റ് തന്നെ നമ്മളെ കൊണ്ടുപോയത്. ആൽബേനിയ കാണാൻ ഒരുപാടുണ്ട് കേട്ടോ, പക്ഷേ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ ഗൈഡ് ഇന്ന് ഫോക്കസ് ചെയ്തത്. പ്രത്യേകിച്ച് നമ്മുടെ കൂടെ ലെവി ഉണ്ടല്ലോ. ഒരു കോഫിയൊക്കെ കുടിച്ച് ചെറിയൊരു ബ്രേക്ക് എടുത്തതിന് ശേഷം പിന്നെയും നടന്ന് മുമ്പോട്ട് പോയപ്പോൾ ഈ ബിൽഡിങ്ങിൽ കാണുന്ന നൈറ്റിലാണ് എക്സാക്ട്ലി കാണാൻ പറ്റുന്നത് ആൽബേനിയയുടെ മാപ്പാണ്. പിന്നെ വേറൊരു പ്രത്യേകതയും കൂടെ അൽബേനിയയ്ക്ക് ഉണ്ട്, നമ്മുടെ മദർ തെരേസയുടെ നാടും കൂടിയാണ്. ഇതൊരു യുണീക്ക് ബിൽഡിംഗ് ആണ്. കുറച്ച് സ്റ്റെപ്സ് കയറാനുണ്ടായത് കൊണ്ട് തന്നെ ലെവിക്കുണ്ടായിട്ട് കയറാൻ ഞങ്ങൾ ട്രൈ ചെയ്തില്ല. പിന്നെ ലെവി നല്ല ടയർഡായിരുന്നു, നല്ല ഉറക്കം ഉണ്ടായിരുന്നു. സ്വിമ്മിംഗ് ഒക്കെ ചെയ്തതിന്റെ ക്ഷീണമായിരിക്കാം. പിന്നെ അവിടുന്ന് നേരെ ഞങ്ങൾ വിട്ടപ്പോഴത്തേക്ക് കുറച്ച് ഇരുട്ടാൻ തുടങ്ങി. അത്യാവശ്യം സ്ഥലങ്ങളെല്ലാം കവർ ചെയ്തതിന് ശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു. ഞങ്ങളെ ഡിന്നറിന് ഡ്രോപ്പ് ചെയ്തതിന് ശേഷം ഗൈഡ് നേരെ തിരിച്ച് വീട്ടിൽ പോയി കേട്ടോ. ഒരു 5 minutes മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ ഹോട്ടലിലേക്ക് എത്താൻ. അങ്ങനെ അവിടെ നിന്ന് ഒരു ഡെസേർട്ടും കഴിച്ച് നേരെ റൂമിലെത്തി. നാളെ ബാക്കി വിശേഷം.